ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് നമ്മളിൽ പലരും ബിസിനസ് ചെയ്യണത് തരക്കേടില്ലാത്ത നല്ല വരുമാനം ഏൺ ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. പക്ഷേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഇൻകം അങ്ങോട്ട് വന്നില്ല. പലരും ഫേസ് ചെയ്യണ പ്രശ്നമാണ്. ഇതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്, എവിടെയാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കണത്, എങ്ങനെ അത് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സ്മോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും. ഒരു ചെറിയ സ്റ്റോറിയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു കഥ പോലെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രാക്ടീസുള്ള, നല്ല രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നാണ്. അപ്പോൾ പഠനത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകും. ഇപ്പോൾ ആ ഡോക്ടറുടെ പേര് ഡോക്ടർ സലീം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയണം. ഡോക്ടർ സലീം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ജോലി ചെയ്യണം. അപ്പോൾ അവിടുത്തെ പ്രാക്ടീസുകളൊന്നും പുള്ളിയുടെ തിങ്കിങ്ങുമായിട്ട് അത്ര യോജിച്ച് പോണതല്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് അത് മാനേജ്മെൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്ന് ഡോക്ടർ അവിടുന്ന് ക്വിറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്വിറ്റ് ചെയ്ത ഡോക്ടർ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. മുമ്പ് ഡോക്ടർ ഒരു എംപ്ലോയി ആയിരുന്നു, വേറൊരു ഹോസ്പിറ്റലിലെ എംപ്ലോയി ആയിരുന്നു ഡോക്ടർ. ക്വിറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഡോക്ടർ സലീംസ് ക്ലിനിക്കെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പുള്ളി പഠിച്ചേക്കണ കാര്യങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസ് ആ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ഡോക്ടർ സലീംസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടർ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സണാണ്. അതായത് സ്വന്തം ജോലി ഓൺ ചെയ്യുന്ന ഒരാൾ, വേറൊരാളുടെയും കീഴിൽ വർക്ക് ചെയ്യണതല്ല. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ട്, അത് സ്വന്തമായി പുള്ളി തന്നെയാണ് ഓൺ ചെയ്യണത്. പുള്ളി ഉണ്ടെങ്കിൽ അവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുള്ള രീതിയിൽ ഒരു ക്ലിനിക്ക്, ഡോക്ടർ സലീമിൻ്റെ ക്ലിനിക്ക്. അവിടെ രോഗികൾ വരുന്നു, ചികിത്സിക്കുന്നു, എഴുതുന്നു, കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. പക്ഷേ കുറച്ച് കാലം കഴിയാൻ നേരത്ത് ഡോക്ടർ സലീമിന് തന്നെ തോന്നി തുടങ്ങും, ഞാൻ തന്നെ ഇങ്ങനെ എല്ലാവരെയും ചികിത്സിച്ച് കാര്യങ്ങളൊക്കെ ചീട്ടിലൊക്കെ മരുന്നൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എൻ്റെ ടൈം ലിമിറ്റഡ് ആണ്. ഹോസ്പിറ്റൽ, നല്ല പ്രാക്ടീസുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഡോക്ടർ സലീമിന് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ സലീം ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ തുടങ്ങുന്നത് ഈ പോയിന്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടർ സലീമിന് മനസ്സിലാവും, ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായാൽ മാത്രമാണ് ഒരു നല്ല ഹോസ്പിറ്റൽ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ വെച്ച് ഡോക്ടർ പഠിച്ചു തുടങ്ങാൻ നേരത്തെ ഡോക്ടർക്ക് മനസ്സിലാവും, ഈ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് ഞാൻ ഡോക്ടർ സലീംസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒറ്റയാൻ്റെ ക്ലിനിക്കാണ്, ഒറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ക്ലിനിക്കാണ്. പക്ഷേ വളരെ ലിമിറ്റഡ് ടൈം മാത്രമാണ് ഡോക്ടർക്കുള്ളൂ. പിന്നീട് ഡോക്ടർ മനസ്സിലാക്കുന്നതാണ്, ഒരു ടീം ബിൽഡ് ചെയ്യണം, എൻ്റെ കീഴിൽ കുറേ ഡോക്ടേഴ്സ് വേണം, ഞാൻ തന്നെ ട്രെയിൻ ചെയ്യിക്കും ഈ ഡോക്ടേഴ്സിനെ. എന്താണ് ബെസ്റ്റ് പ്രാക്ടീസ്, രോഗികളുടെ അടുത്ത് നിന്ന് ഇന്ന കാര്യങ്ങൾ പാടില്ല, അനാവശ്യമായിട്ടുള്ള ചെക്കപ്പുകളൊന്നും നമുക്ക് വേണ്ട നമ്മളുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ബെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ആദ്യം തന്നെ എംപ്ലോയി ആയിട്ടിരുന്ന ഡോക്ടർ ക്വിറ്റ് ചെയ്തത്. കാരണം അവിടെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഡോക്ടർ എൻ്റെ ടൈം ലിമിറ്റഡാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ പോയിന്റിൽ വെച്ചിട്ടാണ് ഇതൊരിക്കലും ഒരു വലിയ ബിസിനസ് ആവുകയും വലിയ രീതിയിൽ ആളുകളിലേക്ക് ഇത് എത്താനോ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ബിസിനസ് ഓണറെ പോലെ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേജിൽ നിന്ന് മാത്രമാണ്. അധികം ആളുകൾ ഇത് ചിന്തിക്കാറില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അതൊരു വലിയ ഹോസ്പിറ്റലായി, അതിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ സലീമാണ് ഹെഡ് ഇപ്പോഴും. അപ്പോൾ ഈ ഹെഡായിട്ട് നിൽക്കാൻ നേരത്ത് ഡോക്ടർ സലീം ഇപ്പോൾ അവിടെ വന്നോ വന്നില്ല എന്നുള്ളത് വലിയ വിഷയമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, സെയിം ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ സലീമിൻ്റെ അതേ ക്വാളിറ്റിയിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ സലീം അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് വലിയ വിഷയമല്ല. ഇപ്പോഴാണ് അതൊരു ബിസിനസ്സായിട്ട് മാറുന്നത്. മുമ്പിലത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സലീമിൻ്റെ ഒരു ക്ലിനിക്കാണ്. സലീം ഡോക്ടർ ഇന്ന് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആരും ചീട്ടെടുക്കില്ല എന്നുള്ളൊരവസ്ഥയാണ്. അല്ലെങ്കിൽ രോഗികൾക്ക് തൃപ്തി വരില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമായിട്ട് മാറി, ബിസിനസ്സായിട്ട് മാറി. ഇപ്പോൾ അവിടെ ഇല്ലെങ്കിലും ഡോക്ടർ സലീം അവിടെ ഇല്ലെങ്കിലും ആ സിസ്റ്റം റൺ ചെയ്തു പോകും. കാരണം മറ്റ് ഡോക്ടേഴ്സിന് സെയിം ക്വാളിറ്റിയിൽ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡോക്ടർ സലീം ഉണ്ടോ ഇല്ല എന്നുള്ളത് വലിയ വിഷയമല്ല. ഹോസ്പിറ്റലിൻ്റെ പേര് ഡോക്ടറായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും പേരിലായിരിക്കുള്ളൂ. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തരക്കേടില്ലാത്ത പ്രോഫിറ്റ് ആളുകളിലേക്ക് ഇതെല്ലാം എത്തി, തരക്കേടില്ലാത്ത പ്രോഫിറ്റ് വരാൻ നേരത്ത്, എക്സസ് ആവാൻ നേരത്ത്, ഈ പ്രോഫിറ്റ് ഒരുപാടാവാൻ നേരത്ത് ഈ കാശ് എന്തായാലും ബാങ്കിലിടാൻ പറ്റില്ലല്ലോ, കാരണം അതിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വെച്ചിട്ടാണ് ഡോക്ടർ സലീം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഡോക്ടർ സലീമിന് ഓൾറെഡി ഹോസ്പിറ്റൽ ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യാം എന്നുള്ള നോളജ് ഉണ്ട് ഇപ്പോൾ. കാരണം ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇതുപോലുള്ള വേറെ
ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഡോക്ടർ സലീം ഒരു ഇൻവെസ്റ്ററായിട്ട് മാറി. അപ്പോൾ ആ സ്റ്റേജുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ഒരു എംപ്ലോയി ആയിരുന്നു, വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരുന്നു ഡോക്ടർ സലീം. അവിടെ നിന്ന് ചാടിയിട്ടാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് പേഴ്സണായിട്ട് മാറി, സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. പിന്നെ അവിടെ കൊണ്ട് സ്റ്റക്കായി നിൽക്കാൻ നേരത്ത് അവിടെ വെച്ച് ചിന്തിച്ചിട്ടാണ് ആ ഒരു സെയിം നോളജ് മറ്റുള്ളവരെ പഠിപ്പിച്ചത് ഒരു സിസ്റ്റമാക്കി മാറ്റി ഒരു ബിസിനസ് ഓണറായിട്ട് മാറും. അങ്ങനെ ബിസിനസ് ഓണറായി കുറച്ച് കാലം കഴിയാൻ നേരത്താണ് ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യണമെന്നുള്ള പഠനത്തിൻ്റെ ആ ഒരു സമയത്താണ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഇൻവെസ്റ്ററായിട്ട് മാറാനുള്ള തീരുമാനം എടുക്കുന്നത്. മറ്റ് ഹോസ്പിറ്റലിൽ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതേ സെയിം തിങ്കിങ്ങും സെയിം ചിന്താഗതിയുള്ള മറ്റ് മാനേജ്മെൻറ്റിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ. അങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് ശരിക്കും കടന്നു പോകുന്നത്. എംപ്ലോയ്മെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ. നമ്മൾ അധികം സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഇന്ന് ആ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ ആ സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ബിസിനസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ തംബ്നെയിലിൽ കൊടുത്തത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ റൊണാൾഡോ ആയിട്ടും കാര്യമില്ല, ബിസിനസ് വേൾഡ് കപ്പ് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ആ ഇൻഡിവിജ്വൽ സ്കില്ല് കൊണ്ട് മാത്രം നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നല്ലൊരു സപ്പോർട്ടിങ് ടീം വേണം. റൊണാൾഡോക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷേ പോർച്ചുഗൽ വേൾഡ് കപ്പിൽ വിജയിച്ചിട്ടില്ല, ഫിഫ. അപ്പോൾ നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാർ അവിടെ നിങ്ങളൊരു റാംബോയായിട്ട് ഒരു സൂപ്പർമാനായിട്ട് നിന്നുകൊണ്ട് മാത്രം കാര്യമല്ല. അത് ശരിയാണ്, നമുക്ക് ഉപകാരം ചെയ്യുമെങ്കിലും നമുക്ക് അപ്പോഴും ഒരു ടീം വേണം. ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഡോക്ടർ സലീമിൻ്റെ അവസ്ഥയിലും അതായിരുന്നു. കാരണം പുള്ളി തന്നെ ചികിത്സിച്ച് ചീട്ട് എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോകുള്ളൂ. ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സ്വപ്നം, അതായത് ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേസിലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ആ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രാപ്പിൽ നിന്ന് ചാടിയാൽ മാത്രമാണ് നമുക്കത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ എവിടെ എടുത്തു നോക്കിയോ, എക്സെപ്ഷണൽ അച്ചീവ്മെൻറ്റുകളെല്ലാം തന്നെ ടീം വർക്കാണ്. ഈ ഫുട്ബോളിൻ്റെ കേസിൽ ടീം വർക്കാണ്. അതിലൊരു ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ കളിക്കാരനുണ്ടായിട്ട് കാര്യമില്ല, ആ ടീമും കൂടി നല്ലതായാലാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു നല്ലൊരു ടീം വേണം, ടീം മസ്റ്റാണ്. യുദ്ധം, നിങ്ങൾ ഈ സെയിം പാറ്റേൺ നിങ്ങൾക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കും. ഒരു യുദ്ധം ചെയ്യണത് എങ്ങനെയാണ്? ഒരു ഒറ്റയാൻ പോയിട്ടല്ല യുദ്ധം ചെയ്യണം, റാംബോയല്ല, ഒരു ടീമാണ്. അത് സിനിമയിൽ നടക്കും, റിയൽ ലൈഫിൽ നടക്കില്ല. ടീമായിട്ട് പോയിട്ടാണ് യുദ്ധം. അതിൽ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, ഓരോ പ്രത്യേകമായിട്ടുള്ള സെഗ്മെൻ്റായിട്ട് തിരിച്ചേക്കുകയാണ്. ഫ്രീഡം ഫൈറ്റിങ്, ഗാന്ധിജി ഒറ്റക്കല്ലല്ലോ, ടീമുണ്ട് പുറകിൽ. അങ്ങനെ ഏതൊരു സംഗതിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാടിനെ നടുക്കിയ ഒരു ക്രൈം മാധ്യമങ്ങളിലെല്ലാം അത് ചർച്ച ചെയ്യും. ഗവൺമെൻറ് എന്താ ചെയ്യണേ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുകയാണ്, അവിടെയും ടീമാണ്. ഈ ടീം എന്നുള്ള പാറ്റേൺ നിങ്ങൾക്ക് പല മേഖലയിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യത്യസ്തമല്ല എന്നാണ് പറഞ്ഞു വന്നത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ടീമിന് ആവശ്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീമിലൊരു സൂപ്പർ സ്റ്റാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നിങ്ങളെപ്പോലെ സൂപ്പർ സ്റ്റാർ അതിലുണ്ടായിരിക്കാം, പക്ഷെ അപ്പോഴും ടീം സപ്പോർട്ട് നമുക്ക് വേണം. ബിസിനസ് ഒരു ടീം സ്പോർട്ടാണ്. നമുക്ക് ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പല ചെറുകിട ബിസിനസ്സുകളും സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നല്ലെങ്കിൽ ടീം വേണമെന്നുള്ളൊരു അറിവില്ല, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അതിൻ്റെ മേലുള്ള ആക്ഷൻ എടുക്കണില്ല. അതാണ് മെയിനായിട്ട്. ഒറ്റയാനായിട്ട് തന്നെ ഇങ്ങനെ നിന്ന് പോവുകയാണ്. ഒരു റൊണാൾഡോയായിട്ട് അങ്ങനെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ബിസിനസ് വേൾഡ് കപ്പ് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. അതിന് ടീം നമ്മൾ ബിൽഡ് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞാൽ, ഇങ്ങനെ നമുക്കൊരു ടീമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ സലീമിന് സംഭവിച്ച പോലെ തന്നെ നമ്മുടെ വളർച്ച പതുക്കെ ആയിരിക്കും. കുറേ വർഷങ്ങൾ എടുത്താലാണ് നമുക്ക് വളരാനായിട്ട് പറ്റുള്ളൂ. ഈ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇൻകത്തിലേക്ക് വരണമെങ്കിൽ ആ ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് അധിക കാലം നമുക്കങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞാലാണ് നമ്മളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് ടീമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടീമില്ലെങ്കിൽ നമ്മുടെ ഗോളുകളെല്ലാം തന്നെ ചെറിയ ഗോളുകളാണ് നമ്മൾ സെറ്റ് ചെയ്യും. ഈ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീമില്ലല്ലോ. എന്ത് ഗോൾ സെറ്റ് ചെയ്താലും ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വരും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗോളുകളെല്ലാം തന്നെ വളരെ ചെറുതായിരിക്കും, വളർച്ച വളരെ പതുക്കെയായിരിക്കും. ഈ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. നല്ലൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടീം ബിൽഡ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറിയിലൂടെ പറഞ്ഞു തന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അധിക ആളുകളുടെയും എംപ്ലോയ്മെൻറ്റ് സ്റ്റേജാണ്. ആരെങ്കിലും കീഴിൽ നിൽക്കുന്നു, ഒരു ജോലിയായിട്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ച് അത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സണായിട്ട് മാറി.
അങ്ങനെ കുറച്ച് കാലം അധിക ബിസിനസ്സുകൾ ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിലാണ്. അങ്ങനെ കുറച്ച് കാലം നിൽക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് വളർത്തണമെങ്കിൽ നിലവിൽ ഇപ്പം എൻ്റെ നോളജ് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേജിൽ നിങ്ങൾക്കുള്ളത് ഡോക്ടർ സലീമിനെ പോലെ മെഡിക്കൽ സയൻസിലെ നോളജാണ് നിങ്ങൾക്കുള്ളത്. ബിസിനസ്സിലെ നോളജ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ടെക്നിക്കൽ സ്കില്ലാണ് അവിടെ നമുക്കുള്ളത്. അവിടെ വെച്ചിട്ടാണ് ബിസിനസ് സ്കില്ലുകളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ടീം ബിൽഡിങ്, ലീഡർഷിപ്പ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇതിലൊക്കെ കുറേ കാര്യമുണ്ടെന്ന് അധികം ആളുകൾക്കും തിരിച്ചറിവ് വന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് അതൊരു നല്ലൊരു ബിസിനസ്സായിട്ട് മാറണം. നിങ്ങൾ ശരിക്കും ഒരു ബിസിനസ് ഓണറായിട്ട് മാറിയത് ടീം ബിൽഡ് ചെയ്ത് ആ ബിസിനസ് നിങ്ങളില്ലാതെയും റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ മിനിമൽ എഫേർട്ട് കൊണ്ട് മാത്രം മതി. അവിടെ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി നിങ്ങളുടെ കുറച്ച് മിനിമൽ എഫേർട്ട് മതി എന്നുള്ള സ്റ്റേജിൽ വരുമ്പോഴാണ് അതൊരു ബിസിനസ് ആവുന്നത്. അവിടെ നിന്ന് വളർന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻകം ഒക്കെ വരുന്നത്. ഇങ്ങനെ ഈ 4 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ മെസ്സേജ്. നമ്മളൊരു റൊണാൾഡോ ആയിട്ട് നിൽക്കാതെ നല്ലൊരു ടീം നമുക്ക് വേണം. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടാലൻറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ടീം ഉണ്ടായേ മതിയാവും. ഇനി പലർക്കും ഈ അറിവ് ഓൾറെഡി ഉണ്ട്, ഇങ്ങനെ ടീം വേണമെന്നൊക്കെയുള്ള അറിവ് ഓൾറെഡി ഉണ്ടെങ്കിലും എന്തുകൊണ്ട് അവരിത് ചെയ്യണില്ല എന്നുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോരായ്മ പോലെയാണ് ഇവർ കാണുന്നത്. സ്കൂൾ സിസ്റ്റത്തിൽ നിന്നാണ് അധികം ഇത് വന്നത്. കാരണം സ്കൂൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, നമ്മൾ എല്ലാം ഇൻഡിവിജ്വലി തന്നെ ചെയ്യണം. കണക്കിൻ്റെ എക്സാം നമ്മൾ സ്വന്തം തന്നെ ചെയ്യണം. നമുക്കൊരു 4 ആളെ കൂട്ടിയിരുത്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. വളരെ ചുരുക്കം ടാസ്കുകൾ മാത്രമാണ് ഒരു ടീമായിട്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സ്കൂൾ, കോളേജ്, അക്കാഡമിക് സിസ്റ്റത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റേ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി അടിയെന്നാണ് പറയാം, നമ്മളെ പുറത്താക്കും. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം, സ്വന്തമായിട്ട് അസൈൻമെൻറ്റ്, സ്വന്തമായിട്ട് എക്സാം എഴുതണം. എല്ലാം ഒരു ഇൻഡിവിജ്വലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളെ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്കൊരു 4 ആളെ കൂട്ടിയിരുന്നിട്ട് സയൻസ് നീ പഠിക്കുക, മാത്സ് ഞാൻ പഠിക്കുക, ഇംഗ്ലീഷ് ഇവൻ പഠിച്ചു, അത് പറ്റില്ല. പക്ഷേ പുറത്തേട്ട് വരാൻ നേരത്ത് റിയൽ വേൾഡിൽ ശരിക്കും ഈ ടീമിനാണ് ഏറ്റവും കൂടുതൽ. ഒരു ടീമായിട്ട് യുദ്ധത്തിന് പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. ഒരു റാംബോയായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് കുറേയൊക്കെ എല്ലാം മറക്കാൻ പറ്റും, അങ്ങനെ മറക്കാൻ പറ്റുമല്ലോ, എല്ലാം മറക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ അൺലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില സംഗതികളൊക്കെ അവിടെ നിന്ന് പഠിച്ചു വെച്ചേക്കുന്ന സംഗതികൾ മറന്നു കളയേണ്ടതായിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് പലരും ഈ സെൽഫ് എംപ്ലോയ്മെൻ്റ് സ്റ്റേജിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചതാണ്. സ്വന്തം തന്നെ എല്ലാം നമ്മുടെ തലയിലെടുത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാമെന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല ബിസിനസ്സിൽ. നേരെ ഓപ്പോസിറ്റാണ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം എടുക്കും ചിലവർക്ക് ഈ തിരിച്ചറിവ് വരാൻ. അപ്പോൾ ഈ വീഡിയോ കണ്ടത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ തലയിൽ ഈ ചിന്ത വരും. അതിക്ക് മുമ്പേ തന്നെ നിങ്ങൾക്കിത് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു 5 വർഷം നിങ്ങൾ ഇതിലൂടെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടീം മാക്സിമം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ടീം ബിൽഡ് ചെയ്യാനുള്ള പേടി മാറ്റുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പേടി മാറ്റിയില്ലെങ്കിൽ ഡോക്ടർ സലീമിന് സംഭവിച്ച പോലെ അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ ഒരു ഡോക്ടർ സലീംസ് ക്ലിനിക്കായിട്ട് മാത്രം ഇങ്ങനെ തുടർന്നു പോകും. അതൊരു ഹോസ്പിറ്റലായിട്ട് മാറാനുള്ള സാധ്യത, ബെസ്റ്റ് പ്രാക്ടീസുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താങ്ക് യു ഫോർ വാച്ചിങ്.